എന്താ വഴി തെറ്റിയാ? വഴി തെറ്റിട്ടൊന്നല്ല, വഴി തെറ്റാൻ എവിടെ വഴി? ഗുരുവായൂരിന്ന് എറണാകുളം വരെയുള്ള യാത്രയില്ലേ പാപനാശിനിയാ. ആമ്പലൂരിൽ നിന്ന് ചാലക്കുടി വരെ ഇപ്പൊ പോയി കഴിഞ്ഞാൽ പൂർണ്ണജയിൽ നിന്നിട്ട് വേണം പോകാനായിട്ട്. നമ്മുടെ ഈ ജന്മത്തിൽ ചെയ്ത എല്ലാ പാപങ്ങളും തരും. നമ്മുടെ ഒക്കെ ഒരു ഗതികേട്. എന്തായാലും ക്ഷീണിച്ചു വന്നതല്ലേ, കുറച്ച് സമ്പാരം പിടിച്ചിട്ട് പോവാ. ആയിക്കോട്ടെ. ഓ ചന്ദ്രേട്ടാ, ഇതെന്ത് കാണുന്നേ? കാശ് കുറവ് ചെലവാക്കിണ്ടെന്നാണ്. ഇതൊക്കെ നമ്മൾ സമയം കണ്ടെത്തല്ലേ. ഇതൊക്കെ ആളുകൾ വലിച്ചെറിയുന്ന പാഴ്വസ്തുക്കൾ കൊണ്ടുവന്നിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ് നമ്മള്. എന്റെ ദൈവേ, സമ്മതിച്ചു, നന്നായിണ്ട്. അല്ലാതെ പണിക്കൊന്നും പോയില്ലേ? പണിക്ക് പോയില്ലെന്നാ? നന്നായിണ്ട്. നമ്മുടെ താഴെക്കണ്ട രാജന്റെ ചക്കല്ലേ, അവന്റെ മൊബൈല് കേടായെന്ന് പറഞ്ഞിട്ട് നന്നാക്കാൻ കൊണ്ടു കൊടുത്തു. പാസ്വേഡ് അറിയണ്ട, പിന്നെ ഫോൺ ഉപയോഗിക്കാൻ പറ്റണ്ടായി. ചെക്കനും മെന്റലും മരിയായിന്ന്. ഞങ്ങളെല്ലാരും കൂടി പിടിച്ച് വണ്ടി കെട്ടി ആശുപത്രി ഉണ്ടാക്കിട്ട് വരിക. എന്താ ചെയ്യാ, നമ്മുടെ ഒരു കാലേ. അത് നന്നായി. അല്ല ചന്ദ്രട്ടാ, ഇത് ഡിജിറ്റൽ യുഗ. നമ്മുടെ സോഷ്യൽ മീഡിയയിലും പല ഭാഗത്തും നമ്മൾ ഉപയോഗിക്കുന്ന പിൻ നമ്പറും പാസ്വേഡ് അറിഞ്ഞില്ലെങ്കിലേ ജീവിതത്തിൽ ഒരിക്കലും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ മരിച്ചതിന് തുല്യ. നമ്മളാ കൊണ്ടുപോയി കുഴിച്ചിട്ട് പിന്നെ നല്ലത്. ഡോക്ടറെ എത്തും ഹോസ്പിറ്റലിൽ ഒന്നും പോയിട്ട് ഒരു കാര്യമില്ല. നമ്മൾ ആ ഒരു കാലഘട്ടത്തേക്കാണ് ഇനി നമ്മൾ പോണത്. എന്താന്ന് കലിയുഗം എന്ന് പറയുന്നത് ഇതൊക്കെയാണ് കേട്ടാ. പ്ലാസ്റ്റിക്കുകളൊക്കെ വലിച്ചെറിയുന്നതേ മണ്ണിൽ തേച്ചു പോവില്ല. അതൊക്കെ പറക്കി കളക്ട് നമ്മൾ ഈ മനോഹരമായ സംഭവം ഉണ്ടാക്കിയിട്ടുള്ളത് അല്ലേ. ഈ ചെടിയുമൊക്കെ ഇപ്പൊ പൂക്കളുണ്ടാവും. പൂക്കളുണ്ടാവില്ലേ, അതൊക്കെ ഒരു നമ്മുടെ കണ്ണിനൊരു കുളിർമയ്ക്ക് നമ്മള് പച്ചപ്പ് പിടിപ്പിച്ചാണ്. ഇതിൽ നേരല്ല എന്ന് പറഞ്ഞ് പരക്കം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതുമാതിരിയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റണമെങ്കിൽ മനുഷ്യനെ തിരിച്ചറിയാൻ പറ്റാത്ത കാലത്ത് നമ്മൾ ഈ പ്രകൃതിയിലെ നിലനിർത്തിക്കൊണ്ടുള്ള ഇത്തരത്തിലുള്ള പരിപാടികൾ, ഇതൊക്കെയാണ് മറ്റുള്ളവർക്ക് മാതൃകയാവേണ്ടത്. വളർന്നു വരുന്ന പുതിയ ജനറേഷന് അവരൊക്കെയാണ് ഇത് കാണേണ്ടത്. പ്രത്യേകിച്ച് ഒന്നിനും നേരമില്ല എന്ന് പറഞ്ഞ് കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് ടെൻഷൻ അടിച്ച് നടക്കുന്ന ആളുകൾ. ഇതിമൊക്കെ നന്നായി പൂക്കളുണ്ടോ പറയാ? അത് നന്നായിട്ടാ. നാളെ മുതലേ എന്നോട് മിണ്ടാൻ പറയരുത് കേട്ടാ. നിങ്ങളെന്നോട് മിണ്ടാൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ സുഹൃത്തുക്കളായ നിങ്ങൾ എൻ്റെ വീട്ടിൽ വരും. എൻ്റെ സുന്ദരിയായ എൻ്റെ പെങ്ങളില്ലേ, ആ പെങ്ങളായിട്ട് നിങ്ങൾ അടുപ്പത്തിലാവും. പിന്നെ നിങ്ങൾ കല്യാണം കഴിക്കും. കുറേ കാലം കഴിയുമ്പോൾ നിങ്ങൾ തമ്മിൽ അടിച്ച് പിരിയും. എനിക്കതിനുള്ള സമയമൊന്നുമില്ല കേട്ടാ. അല്ല, ഇന്നാണ് നിങ്ങൾ എൻ്റെ വീട്ടിൽ വന്നിട്ടേ എൻ്റെ ക്രാവിൻ്റെ പല്ല് പറിച്ചിട്ടേ കീരിയുടെ പല്ല് എനിക്ക് തരാം, എൻ്റെ പല്ല് നിനക്ക് തരാമെന്ന് ചാണത്തിൻ്റെ ചുമക്കി പേരപ്പുറത്തേക്ക് എറിഞ്ഞില്ലേ? കീരി പറഞ്ഞിരുന്നാ നിങ്ങളോട് കീരിയുടെ പല്ല് നിങ്ങൾക്ക് തരാമെന്ന്? പറഞ്ഞിരുന്നാ? ഓടോ, നാളെ തന്നെ ക്രാവിൻ്റെ പല്ല് കൊണ്ടുവന്നിട്ട് കൊടുത്തോളൂട്ടാ. അതെ, തോന്നി കുഴപ്പമില്ലെന്ന്. എന്താ ചെയ്യാതെ ഓരോ മനുഷ്യന്മാർ ഇതുമാതിരി ഓരോ അരപ്പിരിയായിട്ട് കിടന്നു ഞാൻ എന്താ ചെയ്യാ? ഇങ്ങനത്തെ ആൾക്കാരുണ്ട്. എന്നിട്ട് ആൾ പറഞ്ഞ എനിക്കൊന്നും മനസ്സിലായില്ല. എന്നേട്ടാ സംഭാരം എടുത്തല്ലേ? സംഭാരം എടുക്കാൻ പറഞ്ഞിട്ട് ചായ കുടിച്ചോളാം. ചായ കുഴപ്പമില്ല. അല്ല ചന്ദ്രേട്ടൻ, നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാനാണോ നേരണ്ട്? എന്ത് ജോലിക്ക് പോണപ്പോ? ഞാൻ തെങ്ങാറ്റത്തിനല്ലേ പോണത്. ഈ തെങ്ങാറ്റം കഴിഞ്ഞ് വന്നിട്ടാണോ ഇതൊക്കെ ഇങ്ങനെ മനോഹരാക്കണം? നിങ്ങൾക്ക് ഇങ്ങനെ ഒറ്റയ്ക്ക് ചെയ്യാൻ നേരം കിട്ടണേ? ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ, എന്റെ എല്ലാ കാര്യത്തിനും നമ്മുടെ സഹധർമ്മിണി നമ്മുടെ കൂടെ ഉണ്ടാവും. വെറുതെ അല്ലട്ടാ ചേച്ചി, നിങ്ങളെ രണ്ടുപേരും നമിച്ചു. അല്ല ദിനേശാ, നേരല്ല എന്ന് പറഞ്ഞില്ലേ, ഇന്നത്തെ തലമുറ അവനവനിലേക്ക് തന്നെ ഒതുങ്ങാണ്. അത് ചേച്ചി പറഞ്ഞു ശരിയാട്ടോ. ഇന്നത്തെ കാലത്ത് ആളുകൾ കൂടുന്ന നാടക കളരികളും കളിസ്ഥലങ്ങളും വായനശാലകളും ഇതൊക്കെ ഇല്ലാണ്ടായതാണ് ഈ നാടിന്റെ ശാപം. ചന്ദ്രേട്ടൻ ജോലി കഴിഞ്ഞ് വന്ന നേരം കൊണ്ടാണ് പൂന്തോട്ടവും പച്ചക്കറിത്തോട്ടവും ഞങ്ങൾ എല്ലാവരും കൂടി സഹകരിച്ച് ഞങ്ങൾ ചെയ്യുന്നത്. വേണമെന്ന് വെച്ചാൽ എല്ലാവർക്കും നേരം ഉണ്ടാവും. ഈ ലഹരി ഉപയോഗം നിർത്താൻ വേണ്ടിയിട്ട് ബോധവൽക്കരണം നല്ലതാണ്. നമ്മൾ പരസ്പരം കൂട്ടായി താങ്ങായി വേണ്ടത്. അത് ചേട്ടൻ പറഞ്ഞത് ശരിയാ. ഈ പുതുവർഷത്തിലെങ്കിലും നമുക്കത് തിരിച്ചറിയാൻ കഴിയട്ടെ. ഹാപ്പി ന്യൂ ഇയർ.